MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എന്താണ് മോക്ക് ഡ്രിൽ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന്, അതായത് മെയ് 7-ന് 14 ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുകയാണ്. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ ജനം സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച മുൻകരുതൽ നൽകുവാനാണ് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ആക്രമണമുണ്ടായാൽ സ്വയം സുരക്ഷ ഉറപ്പാക്കുവാനുള്ള ബോധവൽക്കരണമാണ് മോക്ക് ഡ്രില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. ആംബുലൻസുകളും ആശുപത്രികളും സജ്ജമാക്കും. അതത് ജില്ലകളിലെ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരും നേതൃത്വം നൽകും. പൊതുസ്ഥലങ്ങളിൽ ആദ്യം എമർജൻസി സൈറൻ മുഴങ്ങും. ശത്രുരാജ്യം വ്യോമാക്രമണം നടത്തുവാൻ മുതിർന്നാൽ നൽകുന്ന മുന്നറിയിപ്പ് സംവിധാനമാണ് ഇത്. എയർ റെയ്ഡ് സൈറൻ എന്നാണിത് അറിയപ്പെടുന്നത്. മോക്ക് ഡ്രില്ലിൽ സൈറൻ കേൾക്കുമ്പോൾ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നാണ് നിർദ്ദേശം. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും വാർഡ് തലത്തിൽ മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കുക. എല്ലാ പ്രദേശങ്ങൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക്ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക. ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലർട്ട് ചെയ്യുക. വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്ക്ഔട്ട് സമയത്ത് സഹായിക്കുക. ബ്ലാക്ക്ഔട്ട് സമയത്ത് മോക്ക് ഡ്രിൽ വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക. ആശങ്ക ഒഴിവാക്കുക. മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും വെളിച്ചം പുറത്തു പോകാതിരിക്കുവാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ്. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ്. ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ, TV എന്നിവ ഉപയോഗിക്കുക. തീപിടുത്തം ഒഴിവാക്കുവാൻ ബ്ലാക്ക്ഔട്ട് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഇവ ഓഫ് ചെയ്യുക. ബ്ലാക്ക്ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക.